എൻ്റെ അറിവിൽ, അതീന്ദ്രജ്ഞാനത്തിൻ്റെ അറിവിൽ ഞാൻ പറയുന്നു, ഹിപ്നോട്ടൈസ് നിദ്രയിലൂടെ നിങ്ങളെ മനസ്സിൻ്റെ 1% പിടിക്കാൻ കഴിയുള്ളൂ. കാരണം എന്ന് വെച്ചാൽ സബ് കോൺഷ്യസ് മൈൻഡ് കോൺഷ്യസ് മൈൻഡിനേക്കാൾ വളരെ പവർഫുള്ളാണെന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് 50 കൊല്ലം കഴിഞ്ഞുള്ള കാര്യങ്ങൾ പോലും ഓർമ്മ വരുന്നത്. ഇപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, എത്ര മുമ്പ് വരെയുള്ള സംഗതികൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് പറയുമ്പോൾ വ്യത്യസ്തമായ രീതികളിലായിരിക്കും ആളുകൾ പ്രതികരിക്കുന്നത്. ഒരു കുട്ടി പറയും, എനിക്ക് 3-ാം ക്ലാസ് മുതൽ ഓർമ്മയുണ്ട്. 2ാം ക്ലാസ് പഠിക്കുന്ന കുട്ടീനോട് ചോദിച്ചാൽ പറയും, എനിക്ക് LKG മുതലുള്ള കാര്യങ്ങൾ ഓർമ്മയുണ്ടെന്ന്. ചില കുട്ടികൾ പറയുന്നത് നിങ്ങൾ കേട്ടോളൂ, 2 വയസ്സിൽ എൻ്റെ അച്ഛൻ മരിച്ചു കിടന്ന് അച്ഛൻ്റെ വായിലേക്ക് വെള്ളം കൊടുക്കുന്നത് എൻ്റെ മാമൻ കൈപിടിച്ച് എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ടെന്ന് പറയൂ. അപ്പോൾ വിവിധ രീതിയിലാണ് ആളുകളുടെ മെമ്മറി സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓരോ ആളുകൾക്കും ഓരോ രീതിയിലാണ്. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ മനസ്സിൻ്റെ സാധ്യതകളെ ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നാണ് ഞാൻ പറയുന്നത്. മനസ്സിൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് ഇത്രയും പവറാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ പവറിനെ നിങ്ങൾക്ക് നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. അകത്തുള്ള സാധനത്തിനെ പുറത്തേക്ക് മെല്ലെ 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 സാവധാനത്തിൽ കൊണ്ടുവരാൻ കഴിയും. ഇതാണ് മനുഷ്യൻ്റെ പവർ എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികളോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, നിനക്ക് അപാരമായ ശക്തിയുണ്ട്. ആദ്യം അവനെ ബോധ്യപ്പെടുത്തണമല്ലോ. ബോധ്യപ്പെടുത്താതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അവനെ ബോധ്യപ്പെടുത്തുക. നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് എൻ്റെ അഭിപ്രായത്തിൽ അവനെ ഒറ്റയ്ക്ക് വിളിച്ചിരുത്തുകയും അവനോട് അവൻ്റെ ടേസ്റ്റ്, അവൻ എന്താണെന്ന് അറിയുക. നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉഴപ്പുന്നതെന്ന് അവനോട് തന്നെ ചോദിക്കാമല്ലോ. എന്താണ് അതിൻ്റെ കാരണം? എല്ലാ കാരണത്തിൻ്റെ പിന്നിലും ഏത് കാര്യവുമാണെങ്കിൽ ആ കാര്യത്തിൻ്റെ പിന്നിൽ ഒരു കാരണവും, ഒരു കാരണത്തിൻ്റെ പിന്നിൽ ഒരു കാര്യവും ഉണ്ടാവും. അത് ഉറപ്പാണ്. അപ്പോൾ അവനോട്, അച്ഛൻ എന്നുള്ള നിലയ്ക്കൊരു സുഹൃത്താണല്ലോ. അപ്പോൾ ആ സുഹൃത്തിന് മറ്റൊരു സുഹൃത്തിനോട് ചോദിച്ചറിയുന്നത് പോലെ അവൻ്റെ വികാരങ്ങൾ, അവൻ്റെ മാനസിക സമ്മർദ്ദങ്ങൾ, അവൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ച്, അങ്ങനെ കുറേ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിയുക. അങ്ങനെ അറിയുന്ന സമയത്ത് ഒരു പക്ഷേ അവൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു വലിയ മനുഷ്യനുണ്ടാവും. വലിയൊരു ഹൃദയത്തിൻ്റെ ഉടമയായിരിക്കും ആ വ്യക്തി. അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവനെ സഹായിക്കുക മാത്രമാണ് പിന്നെ നമ്മളെ ഡ്യൂട്ടി. സഹായം വേണം. ഒരു കൈ സഹായം സത്യത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ഞാനും നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു കൈ സഹായം നമ്മളെപ്പോഴും ചിന്തിക്കാറുണ്ട്, ആരെങ്കിലും ഒന്ന് എന്നെ സഹായിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാനിങ്ങനെ വഴിതെറ്റില്ലായിരുന്നു. ഒരാൾ എന്നെ ഒന്ന് പിന്നിൽ നിന്ന് ചാടുന്ന സമയത്ത് ഒന്ന് പിന്നിൽ നിന്ന് പിടിച്ച് പിന്നോട്ട് വലിച്ചാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഒന്ന് മുന്നോട്ട് തട്ടി തന്നാൽ എനിക്ക് എൻ്റെ നല്ല വഴി കണ്ടെത്താമായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ഏറ്റവും മോശമായ കുട്ടികൾ, മടിയൻ ബെഞ്ചിൽ പണ്ടിരിക്കുന്ന മോശമായ കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. അവരേറ്റവും ഉന്നത നിലവാരം പുലർത്തുന്ന കുട്ടികളുണ്ടാവും. നമ്മൾ ഉദ്ദേശിക്കുന്ന, അവനെക്കൊണ്ട് തോറ്റു, വേണമെങ്കിൽ നിങ്ങൾ അവനെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയിക്കോളൂ എന്ന് പറയുന്ന കുട്ടികൾ പലപ്പോഴും നിങ്ങൾക്ക് ജീവിത വിജയം നേടിയ കുട്ടികളായിട്ട് പിന്നീട് മാറുന്നതായിട്ട് കാണാം. ഇതൊക്കെ ഒരു ശരാശരി മനുഷ്യൻ്റെ സാധാരണ അവസ്ഥകളാണ്. ഞാൻ പറയുന്നത് സ്വയം നമ്മൾ കണ്ടെത്തുകയും ആ കണ്ടെത്തിയ കാര്യത്തെ വിചിന്തനം ചെയ്യുകയും പിന്നീട് അതിനെ ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ചെയ്യുക.